ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഇത് സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിലെ ഒരു ഇടനാഴിയാണ്. ഈ സ്കാനിങ് ഒക്കെ ചെയ്യാണ്ട് പോകുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഇതിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നത്. ഏട്ടനോട് ബില്ലടക്കൊണ്ട് പോയിട്ടുണ്ട്. അതാ ഏട്ടനാണ് പോകുന്നത്. അപ്പോൾ ഏട്ടൻ പോയ അതിൻ്റെ പുറകെ തന്നെ ഞാനും പോകാമെന്ന് ചോദിച്ചു. കാരണം ഇല്ലെങ്കിൽ ഞാൻ അവിടെ തനിച്ചാവില്ലേ. അങ്ങനെ ഏട്ടൻ്റെ കൂടെ ഞാൻ പിറകിലേക്ക് വന്നു. ഏട്ടൻ ബില്ലിംഗ് സെക്ഷനിലേക്ക് ഇങ്ങനെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കണ്ടോ ഏട്ടൻ പോകുന്നത്. ഇപ്പം ഇതൊരു ചെറിയൊരു പാർട്ട് മാത്രമാണ്, ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പം ഞാൻ കാണിക്കൊണ്ട് പോകുന്നതും ഈ ആശുപത്രിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. എത്രയോ ഏക്കർ നീണ്ടു കിടക്കുന്ന വലിയൊരു ആശുപത്രിയാണ്. അതുപോലെ തന്നെ അത്രയും ജനസാന്ദ്രതയും ജനപ്പെരുപ്പവും ഒക്കെ ഈ ആശുപത്രിയിലുണ്ട്. എന്നാലും ചെറിയൊരു ഭാഗം ഇപ്പം സാധാരണ എമർജൻസി ആയിട്ട് വന്നിട്ട് ടോക്കൺ എടുക്കുകയും അതുപോലെ തന്നെ ഡോക്ടറെ കാണാനൊക്കെ വരുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്. കണ്ടോ, അതിന് നേരെ ഇപ്പുറത്തെ ഭാഗത്തുള്ളതെന്ന് പറഞ്ഞാൽ മരുന്ന് വാങ്ങാനിരിക്കുന്നവരാണ്. ഞാൻ അവരെ ടച്ച് ചെയ്യുന്നേ ഇല്ല. ഞാനിപ്പം ഈ പനി അതുപോലെ തന്നെ ഛർദി അങ്ങനെ പെട്ടെന്ന് വരുന്ന അസുഖം ഉള്ള ആൾക്കാർ പിന്നെ കാണിക്കാണ്ട് വരുന്ന ഒരു പാർട്ടാണിത്. കണ്ടോ, ഞാനൊരു സൈഡിലൂടെയാണ് പോകുന്നത്. ഇപ്പം വീഡിയോ എടുക്കുമ്പോൾ ആരും കാണുന്നൊന്നുമില്ല, അവരൊക്കെ കാണാണ്ടാണ് ഞാനിപ്പോൾ ഇതെടുക്കുന്നത്. കണ്ട, ഇതിപ്പോൾ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. എത്രയോ നീണ്ട ക്യൂ ഉണ്ട്. ഇതേപോലെ തന്നെ കുറേ പിന്നെ സെക്ഷനായിട്ടുള്ള ഭാഗമുണ്ട് അപ്പുറത്തൊക്കെ ഓരോ രോഗത്തിനായിട്ടുള്ള. ഇതിപ്പോൾ ഈ ഈ ഭാഗത്ത് മാത്രമല്ല, ഡോക്ടർമാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പേരും ഒക്കെയാണ്. ഇത് കണ്ടോ, ഇത് ആണ് ഞാൻ പറഞ്ഞ ഈ ഒറ്റൊരു ഭാഗം മാത്രം കാണിച്ചിട്ട് ഇത്രയും ആൾക്കാരില്ല. ഞാൻ എപ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴേ എൻ്റെ ഈശ്വരി ഇത്രയും അസുഖക്കാർ ഇങ്ങനെ ആശുപത്രിനെ ആശ്രയിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇത് ആശുപത്രിയിൽ കാണിക്കാണ്ട് വരുന്നവരെ ഇപ്പോൾ ബൈസ്റ്റാൻഡറൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെയാണ് അവിടെ ഇരിക്കുന്നവർ. പിന്നെ ഞാൻ വീണ്ടും തിരിച്ച് ഏട്ടൻ്റെ അടുത്തേക്ക് തന്നെ പോകുമെന്ന്. പിന്നെ ഏട്ടനവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ട് അങ്ങോട്ട് പോകുമെന്ന്. പിന്നെ കണ്ട, ഇതിപ്പോൾ രാവിലെ നമ്മൾ അതിരാവിലെ വന്നിട്ടുണ്ടായിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അത്രയും രാവിലെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ രാവിലെ തന്നെ ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ എത്ര ആൾക്കാരുണ്ടാവും. പിന്നെ ഇതാണ് ദൂരക്കാഴ്ചയുണ്ട്. ഏട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അന്നമ്മ തോമസിനെ കാണിക്കാനാണ് വന്നത്. സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടർ അന്നമ്മ തോമസ് ആണ്. ഗൈനക്കോളജി പരമായിട്ടാണ് ഞാനിവിടെ വരാറ്. പിന്നെ ഇതിനിടയ്ക്ക് വയറ്റിളക്കവും അതുപോലെ തന്നെ ഛർദിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ആശുപത്രിയിൽ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.